എല്ലാവർക്കും വന്ദനം. ദൈവവചനവും പരിശുദ്ധാത്മാവും ഇവ രണ്ടും ഒരുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നാൽ ഈ ഭൂതലത്തിൽ വെച്ച് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരായി നമ്മൾ മാറും. അതാണ് മോശയുടെ ചരിത്രം. ദൈവവചനവും പരിശുദ്ധാത്മാവും ഒരുമിച്ച് ചലിച്ചപ്പോൾ ഭൂതലത്തിൽ വെച്ച് ഏറ്റവും ശക്തനായ ഒരു ദൈവപുരുഷൻ രൂപപ്പെട്ടു. ദൈവവചനവും പരിശുദ്ധാത്മാവും. യേശു പറഞ്ഞു, നിങ്ങൾക്ക് തിരുവെഴുത്തും ദൈവശക്തി ആവശ്യമാണ്. തിരുവെഴുത്തും ദൈവശക്തിയും അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ തെറ്റിപ്പോകുന്നത്. ഇത് രണ്ടും നമ്മൾ അറിയണം. ഒരു കാര്യം അറിഞ്ഞാലേ നമുക്ക് പ്രാപിക്കാൻ കഴിയും. അതുകൊണ്ട് ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഈ റിട്ടയർമെൻ്റ് ഇല്ല. അതെപ്പോഴും ഓർത്തേക്കണം. ജീവിതകാലം മുഴുവനും ഇപ്പോൾ ദൈവ മക്കൾ എന്ന നിലയിൽ ഒരാൾ റിട്ടയർ ആയാൽ ആ വ്യക്തി അന്നു മുതൽ കർത്താവിൻ്റെ വേലയിൽ വളരെ തിരക്കുള്ള വ്യക്തിയായി മാറണം. വീട്ടിലിരിക്കരുത്. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, റിട്ടയർ ആയ ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് ഫുൾ ടൈം ജോലിയാണ്. കാരണം ഇങ്ങേര് പിറക്കാത്തിരിക്കുമ്പോൾ ഇടക്കിടക്ക് ഭാര്യയോട് ഓരോ കാര്യം പറയും. ഭാര്യയെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യിച്ചുകൊണ്ടിരിക്കും. കാരണം അത്രയും നാൾ ജോലി സ്ഥലത്താണ് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ എൻഗേജ്ഡ് ആകണം. 60 വയസ്സ് കഴിഞ്ഞാലും 70 വയസ്സ് കഴിഞ്ഞാലും 80 വയസ്സ് കഴിഞ്ഞാലും നാം തിരക്കുള്ളവരാകണം. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, മോശ ഇവരെല്ലാം തിരക്കുള്ളവരായിരുന്നു. എപ്പോഴും ഫുൾ ടൈം നമ്മുടെ 24 മണിക്കൂറിനെ നമ്മൾ തിരക്കുള്ളതാക്കി മാറ്റണം. ഒരു പ്രോഗ്രാം ഉണ്ടാകണം. ഒരു പ്രോഗ്രാം ഉണ്ടാക്കണം. നാം ഒരു പ്രോഗ്രാം നമുക്കുണ്ടാക്കിയില്ലെങ്കിൽ സാഹചര്യങ്ങൾ ഒരു പ്രോഗ്രാം നമുക്കുണ്ടാക്കി തരും. അല്ലെങ്കിൽ പിശാച് ഒരു പ്രോഗ്രാം നമുക്കുണ്ടാക്കും. ഒരു പ്രോഗ്രാം ഇല്ലെങ്കിൽ ഒരു ചെറിയ രോഗത്തെ നമ്മൾ വലുതാക്കി അതിൻ്റെ പുറകെ നടക്കും. എന്നാൽ നമുക്കൊരു പ്രോഗ്രാം ഉണ്ടെങ്കിലോ ഒരു വലിയ രോഗത്തെ പോലെ നമ്മൾ ശ്രദ്ധിക്കില്ല. ഓരോ ദിവസത്തെയും പ്ലാനുകൾ നമ്മൾ ചെയ്യണം. ഒരു വർഷത്തേക്കുള്ളൊരു പ്രോഗ്രാം നമുക്ക് വേണം. നാം തിരക്കുള്ളവരായിരിക്കണം. അതുപോലെ നമ്മൾ തിരക്കിലാണെങ്കിൽ ദൈവശക്തിയും ദൈവവചനവും ഒരുപോലെ നമ്മിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നാൽ നമ്മുടെ ഒരു ദിവസം പോലും നമുക്ക് പ്രയോജനരഹിതമായി തീരില്ല. കർത്താവ് അതിനുള്ള കൃപ നിങ്ങൾക്ക് തരട്ടെ. നമുക്ക് ഒരുമിച്ച് പാടി യേശുവിനെ ആരാധിക്കാം. നാനും എൻ വീടും എൻ വീട്ടാരനേവരും ഓയാമൽ നன்றി சொல்வோ. നാനും എൻ വീടും എൻ വീട്ടാരനേവരും ഓയാമൽ നன்றി சொல்வோ. ഒരു കരു പോലെ കാത്തീരേ നன்றി, എന്നെ സിതയാമൽ സുമന്തീരേ നன்றി. ഒരു കരു പോലെ കാത്തീരേ നன்றി, എന്നെ സിതയാമൽ സുമന്തീരേ നன்றി. എബനേസരേ
ഒരു കരു പോലെ കാത്തീരേ നன்றി. എന്നിലയാമൽ സുമந்தீரே നன்றി. ഒരു കരു പോലെ കാത്തീരേ നன்றി. എന്നെ സിതയാമൽ സുമந்தீரേ നன்றി. എബിനേസരേ, എബിനേസരേ, ഇന്നാൾ വരെ സുമந்தവരേ. എബിനേസരേ, എബിനേസരേ, എൻ நினைவாய் இருப்பவர். எபனேசரே, 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 இந்நாள் வரை சுமந்தவரே. எபனேசரே, எபனேசரே, என் நினைவாய் இருப்பவரே. நன்றி, நன்றி, நன்றி. இதயத்தில் சுமந்தீரே நன்றி. நன்றி, நன்றி, நன்றி. கரு போல சுமந்தீரே நன்றி. நன்றி, நன்றி, நன்றி. இதயத்தில் சுமந்தீரே நன்றி. நன்றி, நன்றி, நன்றி. കരു പോലെ സുമന്തീരേ നன்றി. നന്ദി കർത്താവേ, ഇത്രത്തോളം ഞങ്ങളെ ചുമക്കുന്നതിനായി നന്ദി. ഓരോ ദിവസവും അങ്ങയുടെ ഹൃദയത്തിൽ അങ്ങ് ഞങ്ങളെ ചുമക്കുന്നല്ലോ. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതിനായി നന്ദി. എബിനേസറേ. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ അതിൻ്റെ 35 മുതൽ വായിക്കുമ്പോൾ, നിന്നെ അധികാരിയും ന്യായകർത്താവും ആക്കിയത് ആർ എന്നിങ്ങനെ അവർ തള്ളിപ്പറഞ്ഞ ഈ മോശയെ ദൈവം മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പുകാരനും ആക്കി വെച്ചു. ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് അധികാരപ്പെടുത്തുകയും അഭിഷിക്തരാക്കുകയും ചെയ്യുന്നത് ബൈബിളിലെ ചരിത്രമാണ്. അനന്യാസിനെ അയച്ചാണ് ശൗലിനെ ഒന്ന് പാകപ്പെടുത്തിയത്. അതുപോലെ പത്രോസിനെ അയച്ച് പലരെയും പണിതെടുത്തു. ഇതുപോലെ അപ്പൊല്ലോസിനെ അയച്ച്, തിമോത്തിയോസിനെ അയച്ച് ചിലരെയൊക്കെ ദൈവം അയക്കുമ്പോൾ കർത്താവിന് പകരമാണ് മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ട ദൂതൻ മുഖാന്തിരം. എന്നാൽ ദൂതൻ അവിടെ സംസാരിക്കുന്നത്, മോശെ മോശെ ഇങ്ങോട്ട് അടുക്കരുത്, ഈ സ്ഥലം വിശുദ്ധമാണ്. ഒരു ദൂതൻ ഇറങ്ങി വരുമ്പോൾ ആ സ്ഥലം വിശുദ്ധം തന്നെയാണ്, ദൈവം ഇറങ്ങി വന്നതിന് തുല്യമാണ്. അതിൻ്റെ അർത്ഥം പുതിയ നിയമത്തിലെ ദൂതുവാഹികളാണ് നാം. അതുകൊണ്ട് ആ വെളിപ്പാട് പുസ്തകത്തിൽ 2-ാം അധ്യായത്തിലൊക്കെ വായിക്കുന്ന സഭയുടെ ദൂതനെ എഴുതുക. അപ്പം 7 നക്ഷത്രങ്ങൾ വലങ്കയിൽ പിടിച്ച് 7 നിലവിളക്കുകളുടെ നടുവിൽ നടക്കും. നിലവിളക്ക് എന്ന് പറയുമ്പോൾ സഭ, നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ദൂതന്മാർ. ദൂതന്മാർ കർത്താവിൻ്റെ കൈകളിലാണ്. 7 സഭയുടെ ദൂതന്മാർ കർത്താവിൻ്റെ കൈകളിലിരിക്കുകയാണ്. അത് കർത്താവിൻ്റെ കൈ ചലിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ദൂതന്മാർ ചലിക്കുന്നത് കർത്താവിൻ്റെ കൈ ചലിക്കുമ്പോഴാണ്. കർത്താവാണ് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നാം നമ്മുടേതായ ഒരു കാര്യവും ചെയ്യാതിരുന്നാൽ നമ്മിലൂടെ കർത്താവിൻ്റെ കാര്യങ്ങൾ നടപ്പിലാകും. എത്ര വലിയ സത്യങ്ങളാണ് ദൈവവചനത്തിൽ കാണുന്നത്. അതുകൊണ്ട് മോശ അവൻ്റെ 80-ാമത്തെ വയസ്സ് മുതൽ ദൈവത്തിൻ്റെ കൈകളിൽ ഉപയോഗമായി മാറി. അതുവരെയും താൻ 40 വയസ്സ് വരെ തൻ്റെ കഴിവിലായിരുന്നു. 40 തൊട്ട് 80 വയസ്സ് വരെയും അമ്മായിയപ്പൻ്റെ ആടുകൾ മേയ്ക്കുന്നു. നിവൃത്തിയില്ലാതെ താൻ തൻ്റെ കൺട്രോളിൽ നിന്ന് പോയി. 40 വയസ്സ് വരെയും തൻ്റെ കഴിവിലായിരുന്നു. 40 തൊട്ട് 80 വയസ്സ് വരെയും തൻ്റെ കൺട്രോളിൽ നിന്ന് താൻ പോയി. എന്നാൽ 80 വയസ്സ് തൊട്ട് 120 വയസ്സ് വരെ ദൈവത്തിൻ്റെ കൺട്രോളിലേക്ക് വന്നു.
അപ്പോഴാണ് താൻ ചരിത്രമായത്. നാം നമ്മുടെ കഴിവിൽ നിൽക്കുന്നതിനേക്കാൾ, മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ ജീവിക്കുന്നതിനേക്കാൾ, ഇത്രോയുടെ നിയന്ത്രണത്തിൽ ആയിരുന്നു, അതിനേക്കാൾ നാം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലേക്ക് വരുമ്പോഴാണ് ചരിത്ര പുരുഷന്മാരായി, ഹിസ്റ്ററി മേക്കേഴ്സായിട്ട് മാറുന്നു. അതിനായി നമ്മെ കൊടുക്കാം. 36 വാക്യം, അവൻ മിസ്രൈമിലും ചെങ്കടലിലും 40 വർഷം മരുഭൂമിയിൽ അതിശയങ്ങളും അടയാളങ്ങളും ചെയ്തു അവരെ നടത്തിക്കൊണ്ടിരുന്നു. ദൈവം ചെയ്തു എന്നല്ല അവിടെ പറയുന്നത്, മോശ അത് ചെയ്തു. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തേ മതിയാവും. അതുകൊണ്ടാണ് നിങ്ങൾ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. മർക്കോസ് 16:17, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, രോഗികളെ സൗഖ്യമാക്കും, പുതുഭാഷകൾ സംസാരിക്കും, മരണകരമായി യാതൊന്ന് കുടിച്ചാലും ഹാനി വരികില്ല, സർപ്പങ്ങളെ പിടിച്ചടക്കും. ഇതെല്ലാം ദൈവമല്ല ചെയ്യുന്നത്, നമ്മൾ ചെയ്യണമെന്നാണ്. മരണകരമായത് കുടിക്കുന്നത് ദൈവമല്ല, നമ്മളാണ്. സർപ്പങ്ങളെ പിടിക്കുന്നത് നമ്മളാണ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ അധികാരം തന്നാൽ നമ്മൾ ചവിട്ടണമെന്ന്. പിന്നെ 20 മുതൽ വായിക്കുമ്പോൾ മർക്കോസ് 16:20 അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരുടെ കൂടെ ഇരുന്ന് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും വചനത്തെ ഉറപ്പിച്ചു. കർത്താവ് ഒറ്റക്ക് പോയി എന്താ ചെയ്യാത്തത്? കർത്താവ് ചിലരെ ആക്കിയിരിക്കുകയാണ്. നാം ചെയ്യേണ്ടത്, നാം ചെയ്യാതെ പോയാൽ അതെന്നേക്കുമായി ചെയ്യപ്പെടാതെ പോകും. അതാണ് യോനയുടെ ചരിത്രം. യോനയെ ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്, അവനത് ചെയ്യാൻ വിസമ്മതിച്ചു. നിനവയിലേക്ക് പോകാൻ ദൈവം അവനോട് പറഞ്ഞു. നിനവയിൽ ചെന്ന് ആ ജനത്തിന് വിരോധമായി പ്രസംഗിക്കാൻ പറഞ്ഞു. യോനയ്ക്കറിയാം ആ ദുഷ്ടരായ ജനങ്ങളെ യോനയ്ക്ക് ഇഷ്ടമല്ല. യോന പോയി അവർക്കെതിരെ പ്രസംഗിക്കും, അവർ മാനസാന്തരപ്പെടും. മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ ദൈവം അവരുടെ അനർത്ഥം മാറ്റും. ഇപ്പം യോനയ്ക്ക് ഇത് പല പ്രാവശ്യവും സംഭവിച്ചു. പറഞ്ഞ ദൂത് നടക്കുന്നില്ല. നമ്മുടെ ചില കാലാവസ്ഥ നിരീക്ഷകരെ പോലെ ശക്തമായ ഇടിയും മഴയും വരാൻ പോകുന്നു എന്ന് പറഞ്ഞ്, യെല്ലോ അലർട്ടാണെന്ന് പറഞ്ഞ് സ്കൂൾ അവധിയും പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ ഭയങ്കര വെയിൽ വരും. മഴയാണെന്ന് പറഞ്ഞാൽ വെയിൽ വരും. വെയിലാണ് എന്ന് പറഞ്ഞാൽ ഉടനെ ഭയങ്കര മഴയും വരും. ഇതുവരെ വിഷമം ഉണ്ടാവും. അതിന് കാരണം പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കളുണ്ട്. വലിയ റെഡ് അലർട്ട്, യെല്ലോ അലർട്ട്, ഓറഞ്ച് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ദിവസവും പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ എണ്ണം നമ്മുടെ നാട്ടിൽ പെരുകുകയാണ്. അതുകൊണ്ട് ഈ കാലാവസ്ഥയെ മാറ്റിക്കളയുകയാണ്. പഴയതുപോലെയല്ല. വിശ്വാസികളുടെ വിശ്വാസത്തിൻ്റെ നിലവാരം പഴയതല്ല. പണ്ടൊരു ഇടിയും മഴയും ഉണ്ടെന്ന് കേട്ടാൽ കർത്താവെ അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറയും. ഇപ്പോഴങ്ങനെയല്ല. ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ലെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു യുവതലമുറയൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് കാലാവസ്ഥ നിരീക്ഷകരുടെ കാലാവസ്ഥ തെറ്റിയതല്ല. സാറ്റലൈറ്റിൽ മുഖാന്തരമായിട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം തെറ്റാറില്ല. അത്രയും ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ കണ്ടു പറയുന്നത്. എന്നാൽ കാലാവസ്ഥയെ പോലും മാറ്റാൻ ശേഷിയുള്ളവർ നമ്മുടെ കൊച്ചു നാട്ടിലുണ്ട്. നമ്മൾ ആ ഒരു രീതിയിൽ അതിനെ കാണുക. അല്ലാതെ കാലാവസ്ഥ നിരീക്ഷകർ അത് പറഞ്ഞു, അത് നടന്നില്ല, ഇവന്മാരെ എന്തിനാണ് വെറുതെ വെച്ചിരിക്കുന്നത്, അതൊന്നുമല്ല. പഴയതുപോലെയല്ല. പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം കൂടിയെന്നല്ല, പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം ചിലപ്പോൾ കൂടി കാണില്ല. എന്നാൽ പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥനയിൽ വ്യത്യസ്തരായി മാറിയെന്നാണ് എനിക്ക് മനസ്സിലായത്. കുറേ പേര് പ്രാർത്ഥിച്ചത് കൊണ്ടല്ല, ഏതൊക്കെയോ വ്യക്തികൾ ഏലിയാവിനെ പോലെ എഴുന്നേറ്റിട്ടുണ്ട്. അത് നിങ്ങളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഞാനായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് അന്യോന്യം പ്രാർത്ഥിക്കാം. ഇവിടെ നമ്മൾ വായിച്ചത്, അവൻ മിസ്രൈമിലും ചെങ്കടലിലും 40 സംവത്സരം മരുഭൂമിയിലും. മിസ്രൈമിൽ അത്ഭുതം ചെയ്തു, ചെങ്കടലിൽ അത്ഭുതം ചെയ്തു, 40 വർഷം മരുഭൂമിയിൽ അതിശയങ്ങളും അടയാളങ്ങളും ചെയ്ത് അവരെ നടത്തി. ഈ ദിവസങ്ങളിൽ നമ്മുടെ കുടുംബം നടത്തുവാൻ വേണ്ട അത്ഭുതങ്ങളും അടയാളങ്ങളും നമുക്ക് ദൈവത്തോട് ചോദിക്കാം. എല്ലാവരും കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ടൊന്ന് പ്രാർത്ഥിച്ച് എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിച്ച്, യേശുവേ
എൻ്റെ കുടുംബത്തെ നടത്തുവാൻ, ഈ സീസണിൽ മുന്നോട്ട് പോകാൻ വേണ്ട അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ പുറപ്പെടണമേ, യേശുവിൻ നാമത്തിൽ. ആമേൻ. ഈ ചെറിയ പ്രാർത്ഥന വലിയ പ്രവർത്തികൾ ചെയ്യും. വലിയ വിശ്വാസം ഈ ദിവസങ്ങളിൽ നമുക്കുണ്ടാകട്ടെ. 1 മിനിറ്റ് പ്രാർത്ഥന പോലും പ്രാർത്ഥിക്കാതിരിക്കരുത്. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, അയ്യോ ഇന്ന് പ്രാർത്ഥിച്ചില്ല. ആര് പറഞ്ഞു? ആ നിന്ന് വെപ്പിലൊന്ന് കണ്ണടച്ച് ഒന്ന് മനസ്സിൽ പ്രാർത്ഥിച്ച്, ജോലി ചെയ്യുമ്പോൾ ഒന്ന് മനസ്സിലൊന്ന് പ്രാർത്ഥിച്ച്, വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ കൂടെ എത്ര പേരുണ്ടെങ്കിലും ഉള്ളിലൊന്ന് പ്രാർത്ഥിച്ച്. എനിക്കറിയാവുന്ന ഒരു വലിയ ദൈവദാസനുണ്ട്. തൻ്റെ സഭയിൽ 5000-ലധികം പേരുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് അദ്ദേഹം എഴുന്നേറ്റ് പോകുന്ന കാണാം. ഞാൻ കരുതി വാഷ്റൂമിൽ പോകുന്നതായിരിക്കും. പിന്നെ ഞാനൊരു ഏതൊരാവശ്യത്തിന് എൻ്റെ റൂമിലോട്ട് പോയപ്പോൾ, ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ എൻ്റെ റൂമിലോട്ട് പോകുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. അദ്ദേഹത്തിൻ്റെ റൂം തുറന്നു കിടക്കുകയാണ്. ഞാൻ അതിലോട്ട് നോക്കിയപ്പോൾ ആ ബെഡിൽ വീണ് കിടക്കുകയാണ്. 15 മിനിറ്റ്. അതായത് ആ ദൈവവുമായിട്ടുള്ള കണക്ഷൻ വിടാത്ത വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു 15 മിനിറ്റ്, ഒരു 10 മിനിറ്റ്, ഒരു 5 മിനിറ്റ്, 1 മിനിറ്റ്. ഈ പ്രാർത്ഥനകൾക്കൊക്കെ ജീവനുണ്ട്. ചിലരെ തെറ്റിദ്ധാരണ, പ്രാർത്ഥിക്കണമെങ്കിൽ ഒരു പാ വേണം, പ്രാർത്ഥിക്കണമെങ്കിൽ ഒരു മുറി വേണം, അറയിൽ കടന്ന് കതകടച്ച് അങ്ങനെയുള്ള പ്രാർത്ഥന വേണം, വേണ്ടെന്നല്ല. എന്നാൽ 1 മിനിറ്റ് പ്രാർത്ഥന, 1 മണിക്കൂറിൻ്റെ 1 മിനിറ്റ്. എനിക്കറിയാവുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹം ചെയ്യുന്ന എനിക്കറിയാം. ഓരോ മണിക്കൂറിൻ്റെ ആദ്യത്തെ 1 മിനിറ്റ്, ചിലർ ആദ്യത്തെ 5 മിനിറ്റ് പ്രാർത്ഥിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. എല്ലാ മണിക്കൂറിൻ്റെ 1 മിനിറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസനും ടീമിനെയും കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇതെല്ലാം കേൾക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ കറക്റ്റ് ചെയ്യാനായിട്ട് ഇത് കേൾക്കുകയാണ്. എല്ലാ മണിക്കൂറിൻ്റെ 1 മിനിറ്റ് ഒന്ന് കണ്ണടച്ച് നിൽക്കാൻ പറ്റിയാൽ അതൊരു വിടുതലാണ്. 1 മിനിറ്റ് കൊണ്ട് ചില കാര്യം പറയാം. കർത്താവേ, എൻ്റെ വാഗ്ദത്തങ്ങളെ ഓർക്കണമേ. അടുത്ത മണിക്കൂറിൻ്റെ 1 മിനിറ്റിൽ കർത്താവേ, അങ്ങ് ഇന്ന് ചില അത്ഭുതങ്ങൾ ചെയ്യണമേ. ഇന്ന് ജീസസ് എവരിഡേ കേൾക്കുന്ന ഓരോ വ്യക്തികളും അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും വേണ്ടി ദൈവത്തിൽ ആശ്രയിക്കണം. 1 മിനിറ്റ് പ്രാർത്ഥിക്കണം. അടുത്ത 1 മിനിറ്റ്, അടുത്ത മണിക്കൂറിൻ്റെ 1 മിനിറ്റ്. കർത്താവ്, ഈ കൈകൾ, ഈ വിരലുകൾ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും വേണ്ടി അങ്ങ് ഉപയോഗിക്കണമേ. അടുത്ത മിനിറ്റ്, അടുത്ത 1 മണിക്കൂറിൻ്റെ ആദ്യ മിനിറ്റ്, കർത്താവ് എൻ്റെ നാവിനെ സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോൽ പോലെ ആക്കണമേ. ബൈബിളിലെ വാക്യം പറഞ്ഞ് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് അടുത്ത മണിക്കൂറിൻ്റെ 1 മിനിറ്റ്, കർത്താവേ, ഇന്ന് കിടന്നുറങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഒരു അത്ഭുത സാക്ഷ്യം പറയത്തക്ക രീതിയിൽ ഒരു അത്ഭുതം ഇന്ന് കാണിക്കണമേ. ഇങ്ങനെ നാം പറഞ്ഞാൽ നമ്മുടെ ആയുസ് മുഴുവനും, മോശയുടെ അടുത്ത 40 വർഷം, അതാണ് നമ്മൾ വായിക്കുന്നത്. അവൻ മിസ്രൈമിലും ചെങ്കടലിലും 40 വർഷം മരുഭൂമിയിലും അതിശയങ്ങളും അടയാളങ്ങളും ചെയ്ത് അവരെ നടത്തിക്കൊണ്ടുവന്നു. 40 വർഷം, 80 വർഷം ഒരത്ഭുതവും നടന്നിട്ടില്ല. എന്നാൽ ഒടുവിലത്തെ 40 വർഷം അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മിലൂടെ നടക്കും. ഇതാ പത്രോസിന്റെ ആ പെന്തക്കോസ്ത് നാളോടെ ശേഷിക്കുന്ന ഓരോ ദിവസവും തിരക്കാ, അത്ഭുതങ്ങളുടെ തിരക്ക്. പൗലോസ് ദുഷ്ടൂരനായിരുന്നു, ഉപദ്രവിയായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് അത്ഭുതങ്ങളുടെ തിരക്ക്. അദ്ദേഹം പറയുന്നു, കുറെ പ്രശ്നങ്ങളുണ്ടെങ്കിലും സർവ്വസഭയെക്കുറിച്ചും ചിന്താഭാരമെന്ന തിരക്ക്. അപ്പൊ ചിന്താഭാരമെന്ന തിരക്കിലേക്ക് നമ്മൾ മാറും. കർത്താവിൽ നമുക്ക് ആശ്രയിക്കും, കർത്താവിൽ നമുക്ക് ബലപ്പെടാം, കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കും, കർത്താവിൻ്റെ ശക്തിയിൽ നമുക്ക് ആശ്രയിക്കാം. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ജീസസ് എവരിഡേ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അടുത്ത ഷിഫ്റ്റിന് സമയമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് മുതൽ 1 മിനിറ്റ് പ്രാർത്ഥന, 5 മിനിറ്റ് പ്രാർത്ഥന, 15 മിനിറ്റ് പ്രാർത്ഥന, ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യത്തക്ക രീതിയിൽ ഓരോ കുഞ്ഞുങ്ങളുടെ മേലും വ്യത്യാസങ്ങൾ കൊടുക്കണമേ. ദൈവപ്രവർത്തികളെ ചെയ്യണമേ. കർത്താവിൻ്റെ കരം ചലിക്കണമേ.
ഒരു വലിയ ദൈവമഹത്വം കാണാൻ ഇടയാക്കണമേ. അറമനഘടകദുരാരമൻ ഘടകസ്യ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഇത് കേൾക്കുന്നവരുടെ മേൽ ദൈവശക്തി ചലിക്കട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങൾ കൊണ്ട് ശേഷിക്കുന്ന വർഷങ്ങൾ, ദിവസങ്ങൾ നിറയട്ടെ. മോശയുടെ എല്ലാ ദിവസവും അത്ഭുതമായതുപോലെ ഞങ്ങളുടെ ശേഷിക്കുന്ന ദിവസങ്ങളെല്ലാം അത്ഭുതങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും അങ്ങ് ഞങ്ങളെ ചലിപ്പിക്കണമേ. ഇത് കേൾക്കുന്ന ഓരോ വീടുകളിലും അത്ഭുതങ്ങൾ നടക്കട്ടെ, യേശുവിൻ നാമത്തിൽ. ആമേൻ. നിങ്ങൾ ഞങ്ങളെ അറിയിക്കണം. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാ മണിക്കൂറിന്റെ 1 മിനിറ്റ്, ചിലപ്പോൾ എല്ലാ മണിക്കൂറിന്റെയും 10 മണിയുടെ ആദ്യത്തെ 1 മിനിറ്റ് ചിലപ്പോൾ പറ്റിയില്ല. 10 മണിയിൽ ഏതെങ്കിലും 1 മിനിറ്റ്. ചിലപ്പോൾ ആ സമയത്ത് ഒരു പെട്ടെന്നൊരു കോള് വന്നെങ്കിൽ സാരമില്ലെന്നേ. നിങ്ങൾ അതിനെ ഒരു ലോ ആയിട്ട് മാറ്റരുത്. ഇതൊക്കെ ഒരു ലവ് ആക്കി മാറ്റണം. ഏതെങ്കിലും ഒരു മണിക്കൂറിന്റെ 1 മിനിറ്റ്, കർത്താവെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ മാതാപിതാക്കളെക്കാൾ, ഭർത്താവിനേക്കാൾ, ഭാര്യയേക്കാൾ, മക്കളേക്കാൾ, സമ്പത്തിനേക്കാൾ, ആരോഗ്യത്തെക്കാൾ, എല്ലാറ്റിനേക്കാൾ ഉപരി അങ്ങയെ സ്നേഹിക്കുന്നു. അതൊരു പ്രാർത്ഥനയാണ്. കഴിഞ്ഞ ദിവസം വന്ന ഒരു ദേവദാസൻ പറഞ്ഞതുപോലെ, നീ ഇല്ലെങ്കിൽ എനിക്കൊന്നുമില്ല കർത്താവേ. നിന്റെ സാന്നിധ്യമില്ലെങ്കിൽ എന്നെ എങ്ങും വിടരുത്. എനിക്ക് വേണ്ടത് നിന്റെ സാന്നിധ്യം. അങ്ങനെ നമ്മുടെ ജീവിതം ധന്യമാക്കാം. നിങ്ങൾ എന്നെ അറിയിക്കണം. എല്ലാ മണിക്കൂറിൻ്റെ 1 മിനിറ്റ്. ഞാൻ വലിയ പ്രാർത്ഥന നിങ്ങളോട് പറയുന്നില്ല. എല്ലാ മണിക്കൂറിൻ്റെ 1 മിനിറ്റ്. നീ കിടന്നുറങ്ങുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് വാഷ്റൂമിൽ പോകാനായിട്ട് എഴുന്നേറ്റെങ്കിൽ അതിൻ്റെ 1 മിനിറ്റ്. പിന്നെ ഉറങ്ങുമ്പോൾ ഉറങ്ങിക്കോ. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ 1 മിനിറ്റ് എന്ന് കരുതി അരമണിക്കൂറും 1 മണിക്കൂറും പ്രാർത്ഥന വിസ്മരിക്കരുത്. ഒരു ദിവസത്തിൻ്റെ 3 മണിക്കൂർ ദശാംശം കർത്താവിന് കൊടുക്കാനും മറക്കരുത്. പ്രാക്ടിക്കലായി ഇതൊക്കെ ചെയ്യാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. നാളെ ഇതേ സമയത്ത് നമുക്ക് ഒരുമിച്ച് കാണാം. കർത്താവിൻ്റെ കൈകളിൽ നമ്മെ ഏൽപ്പിക്കാം. ഇന്ന് ഉപവാസ പ്രാർത്ഥനയുണ്ട്. പ്രൈസ് ജനറേഷൻ ചർച്ചിൻ്റെ ഉപവാസ പ്രാർത്ഥന ഒത്തിരി അനുഗ്രഹമാണ്. ഒത്തിരി പേരെ വിളിക്കാറില്ല. എന്നാൽ വരുന്നവർ കർത്താവിൽ ബലപ്പെടുകയും വചനം കേൾക്കുകയും ശക്തിപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണ്. നിങ്ങൾക്ക് വരാൻ കഴിയുമെങ്കിൽ പ്രൈസ് ജനറേഷൻ ചർച്ച് ആലപ്പുഴയിൽ രാവിലെ 10:30-ക്കാണ്. നിങ്ങൾക്കത് വലിയ ബ്ലെസ്സിങ് ആയിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ.